ഇതെന്താ ഇവിടെ? ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഉച്ചയൂണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം. ഭാസ്കര, ഇരക്കുന്നവന്റെ വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെടണ്ട. Now you are our bodyguard. ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി, ഉപദേശം വേണ്ട. അതെ, നിങ്ങളായിരിക്കും. ഹലോ, കമോൺ കമോൺ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നാലും ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല. വാ നടക്കടി. ഹലോ ഇൻസ്പെക്ടർ, come on. വിളിക്കേ പാവം. എന്ത് പറ്റി? ഒന്ന് സ്മാർട്ട് ആവോ? മുഖഭാവം കാണുമ്പോ 5-10 ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ. സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ? ഡ്യൂട്ടി ഫസ്റ്റ്, കം വിത്ത് മീ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വിശക്കുന്നില്ല എങ്കിലും തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും അഞ്ചുമോളുടെ വകയാ. അടുക്കള കയറാത്ത കുട്ടിയാ. പക്ഷേ ലഞ്ചിനുണ്ടെന്ന് അറിഞ്ഞപ്പോ അവളങ്ങ് അടുക്കള ഭരണം ഏറ്റെടുത്തു. വരൂ 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 വരൂ. വരാ വരാ. അമ്മാവാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. ബാക്കി ഇട്ട പോലെ എന്താടാ? ലക്ഷങ്ങൾ കണ്ടപ്പോ കാല് മാറി അല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല ഭാഗ്യനാഥ. കാലനും കാലക്കാട് പിടിക്കൊന്നും കേട്ടിട്ടില്ലേ? ഞാനിപ്പൊ കാലക്കാട് പിടിച്ച കാലനേ. പോലീസുകാരനെ മഹസർ എഴുതാൻ പഠിപ്പിക്കല്ലേ? ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക് ചത്ത മുത്തച്ഛന്മാർ എനിക്ക് കാസറ്റ് മേടിച്ചു തരുവോ? കാസറ്റോ? ഏത് കാസറ്റ്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാസറ്റ്? ഇനിയിപ്പൊ അമ്മാവന്റെ നീല കാസറ്റ് വല്ലതും ഭാസ്കറിന്റെ കാണുമോ? നാണക്കേട്. വയസ്സ് കാലത്ത് പുസ്തകം നോക്കിയുള്ള പാചകമല്ലേ, ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. എടി വിളമ്പടി. കണ്ടല്ലോ, പെണ്ണും പണവും പദവി ആണിന്റെ പുറകെ വരണം. അതാണ് ആണത്തം. മനസ്സിലായി. ഏതായാലും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? വോളിബോൾ. നമുക്ക് ഗോദയിൽ വെച്ച് കാണാം. ഹയർ അതോറിറ്റീസിന്റെ കൺകറൻസോട് കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഭീകരവാദം, കള്ളക്കടത്ത്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് 25 ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കള്ളൻ മുങ്ങി. അവൻ മുങ്ങിയതല്ല, അവനെ മുക്കിയതാണ്. ആര് മുക്കി? ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ. KV ഭാസ്കരൻ, മാത്യു ജോസഫ്. പോലീസുകാർ ഈനാശുവിനെ എന്തിനു ഒളിപ്പിക്കണം? ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല. ഈനാശുവിന്റെ കയ്യിലുള്ള 25 ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ? ഏയ്, ഒരിക്കലുമല്ല. വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 വ്യക്തികളാണവർ. പക്ഷെ തെറ്റാര് ചെയ്താലും തെറ്റാണ്. ഭാസ്കരനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ്. 7-ാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ ഭീകരന്റെ തലയുടെ വില എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന 50 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസായി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ജീവൻ പോലും തൃണവൽഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത്. ഈ ഇൻസ്പെക്ടർ ആര്? ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും 7-ാം കൂലി. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ തീരുമാനിക്കാൻ ഇവരാര്? ഈനാശു എന്ന കള്ളനെ പിടിച്ച് അവന്റെ കയ്യിലുള്ള 25 ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നിട്ട് ആ 25 ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കൈവശപ്പെടുത്തി എന്നുറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ. ഞാൻ പറയാം. 25 ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു. എന്തായാലും 7-ാം തീയതിക്ക് മീനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ സർക്കാരിനെ കൊണ്ട് SI ഭാഗ്യനാഥ് ഫ്രീസ് ചെയ്യിക്കും. അതിനുള്ള പണി അയാൾ ഒപ്പിച്ചു കഴിഞ്ഞു. ആണോ? എങ്കിലാ തെണ്ടിയോട് പറഞ്ഞേക്ക് 7-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ നാശുവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും. തെണ്ടി എന്ന് തന്നെ പത്രത്തിൽ കൊടുക്കാലോ? കൊടുക്കാം കൊടുക്കാം. ഓക്കെ, താങ്ക് യു. 7-ാം തീയതി ഈ നാശുവിനെ എവിടെ നിന്ന് കിട്ടും? എനിക്കറിയാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ? പറയാതിരുന്നിട്ടെന്ത് കാര്യം? ഭഗവാനെ, ഈ ദ്രോഹി കാരണം കൈ കിട്ടി 50 ലക്ഷം രൂപ. സൂര്യഗോളത്തിന് ചൂടില്ല എന്ന് പറ, വിശ്വസിക്കാം. രാജബമ്പാലയ്ക്ക് വിഷമില്ല എന്ന് പറ, അതും വിശ്വസിക്കാം. പക്ഷേ പോലീസുകാരെ നമ്പാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് പോകാം. കമ്മാരന്റെ വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒന്നും ഓർക്കണം, ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. കമ്മാര, ഞങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ നാശു, അല്ലെങ്കിൽ ആത്മഹത്യ. എങ്കിൽ
ആ, രണ്ടാമത്തെ വഴി ഉടനെ നോക്കൂ. ഈ 25 ലക്ഷവും ഈനാശും തമ്മിൽ ഒരു ബന്ധവുമില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ. അങ്ങനെ ഇപ്പൊ ഈനാശുവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല കമാര, ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേനയും രക്ഷിക്കും. വാസ്തവം അവൻ കുറ്റം ചെയ്തിട്ടില്ല സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ ഒക്കും. ശരി, ഇനി ഈനാശുവിനെ ഹാജരാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം കമാര മനുഷ്യത്വപരമായ കൊല. എടോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല. ഭീകരനെ കൊന്ന വകുപ്പിൽ 50 ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു 10 ലക്ഷം ഞാൻ കയറാൻ കൂടോ? ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. വേണ്ട, തന്നേക്കാം, ഉറപ്പായിട്ടും തന്നേക്കാം. അത് മാത്രം പോരാ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം. ഞങ്ങളെ പരിചരിക്കണം. ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. പറ്റുമോ? പറ്റുമോ? ആ, പറ്റും. പറ്റും. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസകലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. അമുക്ക് 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 അമുക്കുകളെ. ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ്. ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമാര. നാളെയാണ് 7-ാം തീയതി. ഈനാശുവിനെ എടോ, ഞങ്ങള് പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. കിടന്ന് നിലവിളിക്കലുടെ റോട്ടിൽ കൂടി ആൾക്കാർ പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പൊന്തി പോയതാണ് ഈനാശു. വന്നാട്ടെ, വന്നിരുന്നാട്ടെ. വന്നു. ഈനാശു, എനിക്കിപ്പോഴാ ജീവൻ വന്നത്. അല്ല, എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ച് പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ ചെലവിലാണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ടാ ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ, ഞങ്ങളുടെ ജോലി പോവും. 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞ ഞാൻ എന്തും അനുസരിക്കും. അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു. പിന്നെ രസമായിരുന്നു. ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്. എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കണത്. ഞാൻ വെല്ലുവിളിക്കുന്നു. CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റുന്നത് പറ്റണ്ട. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശു. ഈനാശു വിചാരിച്ചാൽ അത് നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാള എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? പറ്റോ ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. നേരം വെളുത്തു പോവും. പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്ക് നാച്ചോണ്ട് പറഞ്ഞേരി. ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല, അത് എനിക്കൊരു ഹരമാണ്. അപ്പൊ പറഞ്ഞോളെ. ഓക്കെ.